ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല, അതേപോലെ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ഒരു ലെഗ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്യണം. ബാക്ക് ബ്രേക്ക് ഫസ്റ്റിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. എയർ ചെക്ക് ചെയ്യണം, അതേപോലെ ചേസ് നമ്പറിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം അഴിച്ചാണെന്ന് വെച്ചാൽ ക്രൗണ് പിരിയും കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ സ്പീഡോമീറ്റർ കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് മീറ്റർ വർക്ക് ചെയ്യുള്ളൂ. മീറ്റർ ഓൾറെഡി പൊട്ടിപ്പോയേക്കാണ്, അപ്പോൾ മീറ്റർ കേബിൾ പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് കേബിളും ക്രൗണും പിന്നിനും മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിന് ഒരു ചിലമ്പൽ സൗണ്ട് ഉള്ളതാണ്. ഞാൻ അതിൻ്റെ ഓയിലൊന്ന് ചെക്ക് ചെയ്താണ്, ഓയിൽ ലെവൽ കുറവാണ്. ഇതിനകത്ത് നിലവിൽ 600 മില്ലി ഓയിലുള്ളൂ, നമുക്കൊരു 300 മില്ലി ലെവൽ കുറവുണ്ട്, അപ്പോൾ അത് നമുക്ക് ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഈ സൈഡിൽ മെയിൻ സ്റ്റാൻഡിൻ്റെ ഇവിടുത്തെ ലെഗ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ വേറെ കമ്പിയൊക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് റെഡിയാക്കി പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ബാക്കിലത്തെ സെക്ഷൻ അഴിക്കണം. ആ സെക്ഷൻ അഴിക്കാമെന്ന് പറഞ്ഞാൽ ഈ ലിവറിൻ്റെ ഇതിവിടെ വരുന്ന ഈ സ്റ്റേ ഉണ്ട്, ആ സ്റ്റേയുടെ ബോൾട്ടുകൾ 2 ബോൾട്ട് സ്റ്റേ ബോൾട്ട് മാറ്റിയിട്ട് TVSൻ്റെ ബോൾട്ടിലേക്ക് കൺവേർട്ട് ആക്കാം. അപ്പോൾ ആ സൗണ്ട് രേസർ റെഡി ആയിക്കോളും. ആ ഫസ്റ്റിലത്തെ ബ്രേക്ക് ചവിട്ടുമ്പോഴുള്ള സൗണ്ടാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ സൗണ്ട് അത് മാറിക്കോളും കേട്ടോ. വേറെ ഞാൻ ഓടിച്ചിട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് എനിക്ക് തോന്നിയൊന്നുമില്ല. എനിക്ക് ആ എഞ്ചിൻ സൗണ്ടിൽ ചിലമ്പൽ സൗണ്ട് കാരണമാണ് ഞാൻ ഓയിൽ ഊറ്റി വയ്ക്കുക. വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. എസ്റ്റിമേറ്റ് എമൗണ്ട് അടക്കം. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ. അപ്പോൾ അത് പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അത് ചേസ് നമ്പറിൻ്റെ ഭാഗം നോക്കിയിട്ട് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നമ്പറെല്ലാം വായിക്കാനായിട്ട് പറ്റും, ആ രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടേക്കാം, വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.